ഒരു വീഡിയോ ഭയങ്കര പ്രചാരത്തിലുണ്ടായിരുന്നു അല്ലേ, കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമില് ഒരു സ്ത്രീ ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരാള് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വളരെയേറെ വൈറലായില്ലേ, വളരെയേറെ പ്രചരിച്ചു. ആ സ്ത്രീക്കൊരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. അയാള് ഇന്ന് ആത്മഹത്യ ചെയ്തു കുറച്ചു നേരം മുമ്പ്. ഇങ്ങനെയുള്ള സ്ത്രീകള് ആ വീഡിയോ കണ്ടവർക്കറിയാം ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന്. ജസ്റ്റ് നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അതായത് തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ശരിക്കും എന്താ പറയാ, വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് മുട്ടി വരസി നിന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് പുറകില് മുട്ടുമല്ലോ, ഒരു അടുത്ത് വന്ന് വേണം വെച്ച് സ്പർശിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കൈ സ്പർശിച്ചു. അത് ആള് സ്ലോ മോഷനിലെടുത്ത് മറ്റേ പുരുഷൻ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് മൊത്തം വൈറലാക്കി. മൊത്തം ആള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇതുപോലുള്ള സ്ത്രീകളെ, അതായത് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വൈറലാകുക, സോഷ്യൽ മീഡിയയിൽ വൈറലാകുക എന്ന് പറഞ്ഞിട്ട് വളരെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് മറുഭാഗത്ത് ഒരു പുരുഷനാണ് ശരിക്കും അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. സ്ത്രീയാണ് പറഞ്ഞപ്പോൾ മൊത്തത്തില് പ്രശ്നമായി തന്നെ. പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്മളിപ്പോ ഒരു ബസ്സിലാണെങ്കിൽ, ഒരു തിരക്കുള്ള ഒരു ബസ്സില് ഇപ്പൊ നമ്മളൊരു അറിയാതെ ഒരു സ്ത്രീയുടെ മേത്ത് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ഒന്നും പറയില്ല. പക്ഷെ അതേ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മേത്താണ് ഒരാള് അറിയാതെ സ്പർശിച്ചെങ്കിൽ ആ സ്ത്രീ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ കുലസ്ത്രീ ചമയില് മൊത്തം എന്താ പറയാ, രണ്ട് ബസ്സാക്കി ഉണ്ടാവും. ഏകദേശം അതുപോലെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അതായത് ഒരു പ്രശ്നമില്ലാതെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അയാൾ മൊത്തം വീഡിയോ എടുത്ത് മൊത്തം വൈറലാക്കി, മൊത്തം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച്, മൊത്തം അയാളുടെ അവസ്ഥ, അയാളുടെ കുടുംബങ്ങളുടെ അവസ്ഥ, മൊത്തം അയാളൊരു 2 മണിക്കൂർ മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്തു. അയാളെ കുറിച്ച് അറിയുന്ന ആളുകൾ പറയുന്നത് അയാൾ ഇതുപോലത്തെ ഒരു വ്യക്തിയെ അല്ല, അയാൾക്ക് വളരെ 24 മണിക്കൂറിനുള്ള ഒരുപാട്